ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്നൊരു ലഞ്ചാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ലഞ്ച് നമ്മൾ കറിയും ചോറും ഒന്നും വേറെ വേറെ ഉണ്ടാക്കുന്നില്ല, എല്ലാം കൂടി കുക്കറിലിട്ട് ഒരുമിച്ചങ്ങ് ഉണ്ടാക്കിയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജോലിയും എളുപ്പമാകും. വെറും 10 മിനിറ്റ് കൊണ്ടാണ് നമ്മൾ ഈ ഒരു ലഞ്ച് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു രസം റൈസാണ്. രസം റൈസ് എന്ന് വെച്ചാൽ നമ്മൾ രസവും റൈസും ഒരുമിച്ചങ്ങ് കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നറിയാൻ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ ഒരു റൈസ് ഉണ്ടാക്കാൻ നമ്മുടെ മട്ടയരി എടുക്കാൻ പാടില്ല. ഒന്നുകിൽ പച്ചരി, ബസ്മതി റൈസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് റേഷൻ കടയിൽ കിട്ടുന്ന അരി ആയാലും എടുക്കാം. അപ്പോൾ ഞാനിവിടെ 250 ml കപ്പിൽ 1 കപ്പ് ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തുവരപ്പരിപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഇനി നമുക്ക് കുറച്ച് സാധനങ്ങളൊന്ന് ചതച്ചെടുക്കണം. അതിനായിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് 2 തക്കാളി, ഏകദേശം ഒരു 6 ചെറിയ ഉള്ളി, ഏകദേശം ഒരു 7 അല്ലി വെളുത്തുള്ളി, ഒരു 1/4 ടേബിൾ സ്പൂൺ മുഴുവൻ കുരുമുളക്, ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ചതച്ചെടുക്കണം. ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ട് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന അരിയും പരിപ്പും ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന തക്കാളിയും ഉള്ളിയൊക്കെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പും, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ രസം പൗഡറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. രസം പൗഡർ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ ചാനലിൽ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി നമ്മളിവിടെ ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു പുളി വെള്ളവും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ അരി അളന്ന അതേ കപ്പിൽ തന്നെയാണ് വെള്ളവും അളന്നിട്ടുള്ളത്. സാധാരണ നോർമൽ വാട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു റൈസ് നമ്മുടെ സാധാരണ റൈസ് പോലെയല്ല ഉണ്ടാക്കുക, കുറച്ചൊന്ന് കുഴഞ്ഞു കിടന്നിട്ടാണ് ഉണ്ടാക്കുക. നമ്മൾ റൈസിൽ കറിയൊക്കെ ഒഴിച്ചാൽ ഉണ്ടാകുന്ന ആ ഒരു പരുവത്തിലാണ് ഈ ഒരു റൈസ് ഉണ്ടാവേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നന്നായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇനി ഇത് വെന്തതിന് ശേഷം നമുക്ക് വെള്ളം വേണമെങ്കിൽ കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ എണ്ണ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി കുക്കർ അടച്ചു വെച്ചതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ 1 വിസിലും ലോ ഫ്ലെയിമിൽ 2 വിസിലും അടിച്ചാൽ മതി. അപ്പോഴേക്കും നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ടാകും. അപ്പോൾ ഇതാ കുക്കറിൻ്റെ പ്രഷർ മുഴുവൻ പോയതിന് ശേഷം നമ്മൾ തുറന്ന് നോക്കിയിട്ടുണ്ട്. റൈസും പരിപ്പൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. രസം റൈസിന് ഇതുപോലെയാണ് റൈസ് വേണ്ടത്. നന്നായിട്ട് അങ്ങ് വെന്ത് കുഴഞ്ഞു കിടക്കണം. ഇനി ഇത് കുറച്ചുകൂടി ലൂസായിട്ടാണ് വേണ്ടത്. അതുകൊണ്ട് 1 കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും ഒന്ന് ഇത് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിയില നമ്മൾ അത്യാവശ്യം നന്നായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം രസത്തിനൊക്കെ മല്ലിയില നന്നായിട്ട് ചേർക്കുന്നത് അതിന് ടേസ്റ്റ് കൂട്ടും. അപ്പോൾ ഞാനെടുത്ത റൈസ് കുറച്ച് കൂടുതലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു 2 ലിറ്ററിൻ്റെ കുക്കറിൽ നിറയെ ഉണ്ട്. അതുകൊണ്ട് ഇളക്കി കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളും ഈ ഒരു റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റൈസ് എടുക്കുമ്പോൾ നിങ്ങൾ സാധാരണ എടുക്കുന്ന റൈസിൻ്റെ അളവിനേക്കാളും കുറഞ്ഞ അളവിലേ എടുക്കണ്ടു. കാരണം എന്ന് വെച്ചാൽ ഇത് നമ്മൾ കുറച്ച് ലൂസായിട്ടാണ് ഉണ്ടാക്കുന്നത്. കൂടാതെ തന്നെ ഇതിൻ്റെ കൂടെ പരിപ്പും നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടാകും. അപ്പോൾ ഇതാ നമ്മളെല്ലാം കൂടി മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞു. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മളൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഒന്ന് തിളപ്പിച്ചെടുത്താൽ മാത്രം മതി. കാരണം എല്ലാം ഓൾറെഡി കുക്കായതാണ്. നമ്മൾ ലാസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്ത വെള്ളം മാത്രം ഒന്ന് തിളച്ച് കിട്ടാനാണ്. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്.
എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ രസം റൈസ് റെഡി ആയിട്ടുണ്ട്. ഇത്രയേ പണിയുള്ളൂ. എല്ലാം കൂടി ഒരുമിച്ചങ്ങിട്ട് കുക്കറിലിട്ട് അടിച്ചാൽ നമ്മുടെ റൈസ് റെഡിയായി. അപ്പോൾ ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഈ ഒരു റൈസ് എപ്പോഴും ഇരിക്കാൻ. ഇനി ഇതിലേക്ക് താളിച്ചൊഴിക്കാൻ നമ്മളിവിടെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് രണ്ടും ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഏകദേശം ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം 2 വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഈ ഒരു റൈസിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു റൈസ് നല്ല മണവുമാണ്, നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. രസം ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഈ ഒരു റൈസ് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇതിൻ്റെ ഒരു ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് പപ്പടമാണ്. ഈ ഒരു റൈസ് പപ്പടവും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു രസം റൈസ് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തറിയിക്കണം. അപ്പോൾ വീണ്ടും പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.